നമസ്കാരം. വിലായത് ബുദ്ധ സിനിമയ്ക്കെതിരെ മാത്രമല്ലല്ലോ, പൃഥ്വിക്കെതിരെ കൂടെയാണല്ലോ ഈ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞേ, കാരണം വിലായത് ബുദ്ധയ്ക്കെതിരെ പൃഥ്വിയാണ് അവരുടെ മെയിൻ ടാർഗറ്റ്. തിലകൻ ചേട്ടൻ്റെ മോനും തിരിച്ച് ഇത്രയും ശക്തമായിട്ട് വന്നതിൽ ആർക്കൊക്കെയോ ഇച്ചിരി എതിർപ്പുണ്ടെന്ന് പറയുന്നു. പുറത്താക്കിയിരിക്കുന്ന ഒരു നടനല്ലേ. എന്താണ് സത്യം എന്ന് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ചോദിച്ചാൽ സംഘടനയിൽ പറയാൻ ആരെങ്കിലും വേണം. അവിടെ ഞങ്ങളുടെ ഒന്നും ചോദ്യങ്ങൾക്ക് ഉത്തരവിൽ കിട്ടാറില്ല. ഒരു നടൻ, അത് പ്രത്യേകിച്ച് തിലകൻ ചേട്ടൻ്റെ മോൻ, അദ്ദേഹം പുറത്തു പോയാലും ഇനിയിപ്പോൾ ഞാനെന്തെങ്കിലും പറഞ്ഞാലും പൃഥ്വിരാജിനെ ഇത്ര കണ്ട് ചീത്ത വിളിക്കുമ്പോൾ ഒരു സംഘടനയ്ക്ക് ഒരു ഉത്തരവാദിത്തമില്ല. എന്തിനാണ് പയ്യനെ ഇങ്ങനെ വിളിക്കുന്നത്? അയാൾ എന്ത് ചെയ്തത്? അവൻ ആ റോള് ചെയ്തതിൽ നന്നായി പോയി എന്ന് തിലകചേട്ടൻ്റെ മകൻ പറയുമ്പോൾ പോലും ആ പടത്തിൽ അഭിനയിച്ചത് ഓവറായിപ്പോയി. ഇത് ആരെയാണ് പറഞ്ഞത്? അവൻ്റെ പടമല്ല ഇത്. വിലായത് ബുദ്ധ പൃഥ്വിരാജ് എടുത്ത പടമല്ല. അപ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ ഇല്ലാതാക്കണം എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ സിനിമയുടെ കുറ്റമല്ല അതൊക്കെ. ഞാൻ കണ്ടല്ലോ വേറെ ഒരു ABC പഠിപ്പിക്കുന്ന ചാനലിൽ ഒരുത്തരുത് പറയുന്നത് ചർച്ച വിലായത് ബുദ്ധ, പക്ഷേ പറയുന്നതൊക്കെ എമ്പുരാൻ്റെ കഥയാണ്. എന്താണ് ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നത്? ഇതൊന്നും കൊണ്ടൊന്നും പൃഥ്വിരാജിനൊന്നും സംഭവിക്കാം. എമ്പുരാൻ വിവാദം വന്നപ്പോഴും ഇപ്പോഴും പൃഥ്വിക്ക് വേണ്ടി ആദ്യം വോയിസ് ഉയർത്തുന്ന അമ്മ തന്നെയാണ്. തീർച്ചയായിട്ടും. ഇതെന്താണ് ഈ മല്ലിക ചോദിച്ചു തന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ. എന്താണ് സിനിമാ ചരിത്രത്തിൽ ഒരു നടൻ്റെ സിനിമ പരാജയപ്പെടുന്നത് ആദ്യത്തെ സംഭവമാണോ? ഒന്നുമല്ലല്ലോ. ഇവിടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ സിനിമകൾ വരെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചുകൊണ്ട് രജനീകാന്ത് ഉടനെ രജനീകാന്തിൻ്റെ അമ്മേനെയോ അല്ലെങ്കിൽ ഭാര്യനെയോ ഇങ്ങനെ ഈ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വിട്ടിട്ട് അത് മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണ് പരാജയം സംഭവിച്ചത്, ആ സിനിമയ്ക്കെതിരെ സംഘടനയ്ക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്, അതിനെ ബോധപൂർവം തന്നെ ഡിഗ്രേഡ് ചെയ്യാൻ നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. പൃഥ്വിരാജിൻ്റെ സിനിമ നല്ലതായിരുന്നുവെങ്കിൽ നല്ലതാണ് എന്ന് പറയുമായിരുന്നു, അതിന് നല്ല റിവ്യൂ കിട്ടുമായിരുന്നു. അതിന് നല്ല റിവ്യൂ കിട്ടിയില്ല, അതൊരു റീസൺ. മറുവശത്ത് ഒരു പറ്റം ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് അദ്ദേഹത്തിൻ്റെ സിനിമകളോട് താല്പര്യമില്ല കുറേ കാലമായിട്ട്. അത് അദ്ദേഹത്തിൻ്റെ കയ്യിരിപ്പുകൊണ്ട് അദ്ദേഹം തന്നെ സ്വയം വരുത്തി വെച്ച സംഭവമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് പുതിയ സിനിമയായിട്ടുള്ള വിലായത് ബുദ്ധ എന്ന സിനിമ പൊട്ടി പണ്ടാരമടങ്ങിയത്. അതിന് അയാൾക്കൊന്നും പറയാനില്ല. അയാൾ നേരത്തെ തൊട്ടൊരു ഭീരുവാണ്. ഈ എമ്പുരാൻ വിഷയം വന്നപ്പോൾ തന്നെ അയാൾ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല, ഈ പൊതുവിടത്തിലേക്ക് വന്നിട്ടില്ല, മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. ഒരു 5-6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് മാധ്യമങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്തത്. അന്നും അയാൾക്ക് വേണ്ടി, അയാൾക്ക് പകരം അയാളുടെ അമ്മയാണ് അന്നും അയാളെ പ്രതിരോധിക്കാൻ വേണ്ടി മാധ്യമങ്ങളുടെ മുന്നിൽ വന്നത്. ഇന്നും അവർ തന്നെയാണ് വരുന്നത്. എന്നിട്ട് സിനിമാ സംഘടനകൾ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചില്ല എന്നാണ് പറയുന്നത്. സിനിമാ സംഘടനകൾ എന്താണ് സംസാരിക്കേണ്ടത്? ആളുകൾ പലതും പറയും, അവർ കാശ് കൊടുത്ത് മണം കാണുന്നു. അവർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ചിലപ്പോൾ ചീത്ത വിളിച്ചെന്ന് തന്നെ ഇരിക്കും. ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞൊരു സിനിമാക്കാരൻ, അയാൾ ആദ്യമായിട്ടൊരു സിനിമ ഇറക്കി, അത് തിയേറ്ററിൽ ഓടിയ പടമാണ്. പക്ഷേ തിയേറ്ററിൽ കാശ് കൊടുത്ത് അകത്ത് കയറിയിരുന്നിട്ട് അയാളെ ചീത്ത വിളിക്കുകയായിരുന്നു. അയാൾ ഇന്ന് വരെയും ആരോടും ഒരു പരാതിയും പറഞ്ഞായിട്ട് നമ്മുടെ അറിവിലില്ല. അയാൾ ഒരാളോട് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അയാൾ പിന്നെയും സിനിമ പിടിച്ചിട്ടുണ്ട്, പിന്നെ അയാൾ തെറി കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഇതുപോലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നിട്ട് പരാതിയോ പരിഭവമോ ഒന്നും ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ നോക്കൂ, മുൻനിര നിൽക്കുന്നതെന്ന് പറയപ്പെടുന്നൊരു നടൻ, അയാളുടെ ഏറ്റവും പുതിയ സിനിമ പരാജയപ്പെട്ടു. പരാജയപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നാണ് ശരിക്കും അവർ ആത്മപരിശോധന നടത്തേണ്ടത്. അതിനുശേഷം അടുത്ത സിനിമ കുറച്ചുകൂടി അതിനെപ്പറ്റിയൊക്കെ പഠിച്ച് എന്താണ് പോരായ്മ എന്നൊക്കെ പഠിച്ച് പുതിയ സിനിമ ഇറക്കി വിജയിപ്പിക്കാൻ നോക്കണം. അതിന് പകരം ഒരു സിനിമ പരാജയപ്പെട്ടു, അത് ചിലരെല്ലാം കൂടി പരാജയപ്പെടുത്തിയതാണ് എന്നൊക്കെ പറയുന്നു. ശരിയാണ്, ഈ ഫാമിലി ഓഡിയൻസ് കുറേ പേരുണ്ടായിരുന്നത് പോയിട്ടുണ്ട്. അയാളുടെ നേരത്തെ ഫാൻസ് ആയിരുന്ന ആളുകൾ തന്നെ അയാളുടെ ചില രാഷ്ട്രീയ നിലപാടുകളൊക്കെ അയാളുടെ സിനിമയിലൂടെ ഈ ഒളിച്ചു കടത്താൻ ശ്രമിച്ചു എന്നൊരു തോന്നലിൽ ഒരു പറ്റം ആളുകൾ അയാളുടെ സിനിമയിൽ നിന്നും മാറി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ ശരിക്കുമുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിലെല്ലാം ഉപരി അയാളുടെ സിനിമ കൊള്ളാമായിരുന്നെങ്കിൽ അത് ഓടുമായിരുന്നേ. അതിന് അയാളെ ഇതിൽ നിന്നെല്ലാം രക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് തിലകൻ്റെ മകൻ ഷമ്മി തിലകനെ കൂടി പിടിച്ച് ഇടയ്ക്കിട്ടിരിക്കുക. ഷമ്മി തിലകനോട് ആർക്കും ഒരു വിരോധമില്ല. പ്രേക്ഷകർക്ക് ആർക്കും യാതൊരു രീതിയിലുള്ള പരിഭവമോ വിരോധമോ ഷമ്മി തിലകൻ എന്ന വ്യക്തിയോടില്ല. ഞാൻ അദ്ദേഹത്തിനെ ഈ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണെങ്കിൽ അത് സംഘടനയ്ക്കകത്തുള്ള വിഷയമാണ്. സംഘടന ആളുകളല്ല ഒരു സിനിമ വിജയിക്കണമോ പരാജയപ്പെടണമോ എന്ന് തീരുമാനിക്കുന്നത്, അത് കാണുന്ന പ്രേക്ഷകരാണ്. അല്ലാതെ സംഘടനയുള്ള ആരെങ്കിലുമൊക്കെ വിചാരിച്ചാൽ ഒരു സിനിമ വിജയിക്കത്തുമില്ല പരാജയപ്പെടുത്തുമില്ല. അപ്പോൾ ഇതിൻ്റെ മറവിൽ കൂടി സംഘടനയെ കൂടി ചാരി ഇവർ പറയുകയാണ് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ദിലീപിനെയാണെങ്കിൽ ദിലീപ് ഇപ്പോൾ ആ സംഘടനയുടെ ഭാഗം പോലുമല്ല. ദിലീപിനെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചില നടപടികളുടെ ഭാഗമായിട്ട് പുറത്താക്കിയിരിക്കുന്നതാണ്. പിന്നെ ആരെ പറ്റിയായി പറയുന്നത്? അവർക്ക് ഇതൊന്നും ശ്രദ്ധ കിട്ടണം, വിവാദമാവണം. അപ്പോൾ എങ്ങനെയെങ്കിലും മോൻ്റെ സിനിമ കുറച്ച് ദിവസം കൂടെ ഒന്ന് ഓടി കുറച്ചെങ്കിലും മുടക്കുമുതലൊന്ന് തിരിച്ചു പിടിക്കാൻ പറ്റണം, അതിനു വേണ്ടിയിട്ടാണ്. എന്നാലും പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആ മാന്യൻ പുറത്തേക്ക് വന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ഒന്നും പറയാൻ പോകുന്നില്ല. അയാൾ പണ്ടും ഇങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും വിവാദം വരുമ്പം ഓടി ഒളിക്കുന്ന പരിപാടിയാണ് പുള്ളി സ്ഥിരം കാണിക്കുന്നത്. ഇത്തവണയും വലിയ മാറ്റമൊന്നുമില്ല.